അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ സുന്നികൾ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയാദർശങ്ങളൊക്കെ ധാരാളം കേട്ടിട്ടുള്ളത് ഈ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദിൽ നിന്നാണ്. അദ്ദേഹം ഇസ്തിഗാസയെ സംബന്ധിച്ചും തവസ്സുലിനെ സംബന്ധിച്ചും തബറുക്കിനെ സംബന്ധിച്ചും മൗലിദിനെ സംബന്ധിച്ചും കുത്തുബിയ്യത്തിനെ സംബന്ധിച്ചുമൊക്കെ വിശാലമായി ഖണ്ഡനങ്ങൾ നടത്തി, ക്ലാസുകൾ നടത്തി. അങ്ങനെ സുന്നത്ത് ജമാഅത്ത് ഏകദേശമൊക്കെ നാം മനസ്സിലാക്കുകയും പഠിക്കുകയും തെളിവുകൾ കണ്ടെത്തുകയൊക്കെ ചെയ്തിരുന്നത് അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദിൻ്റെ പക്കൽ നിന്നാണ്. എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പൊതുവേ അങ്ങനാകാം. എന്നാൽ ഈ ഇടക്കാലം കൊണ്ട് നൗഷാദ് അഹ്സനി എന്ന ഒരു സുന്നി പണ്ഡിതൻ, അദ്ദേഹം AP സമസ്തയിൽ നിന്നും ഒഴിവാവുകയും അദ്ദേഹം ഒരു ഹാഫിള് ഉസ്താദിൻ്റെ കീഴിൽ അദ്ദേഹത്തിൻ്റെ തരീഖത്തുമായി മുമ്പോട്ട് പോവുകയും ചെയ്യുന്നു. ആ തരീഖത്ത് എന്താണ് എന്നോ അതിൻ്റെ മറ്റു കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ നിഷ്പക്ഷമായി ചില കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ആരാണ് ഇവിടെ യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്ന ഒരു വിലയിരുത്തൽ നടത്തുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും അദ്ദേഹത്തിൻ്റെ ഉസ്താദുമൊക്കെ പല വിഷയത്തിലും മലക്കം മറിയുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം നിഷ്പക്ഷ ബുദ്ധിയോടെ. ഈ ഹാഫിള് ഉസ്താദിനെ ആരാണ് രംഗത്ത് കൊണ്ടുവന്നത്? ലോകർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ഈ AP സമസ്തക്കാരാണ്. അവരാണ് സ്റ്റേജുകളിലെല്ലാം കൊണ്ടുവരികയും പ്രാർത്ഥനാ മജ്ലിസ് സംഘടിപ്പിക്കുകയും ബുർദ മജ്ലിസ് സംഘടിപ്പിക്കുകയും ചെയ്തത്. അങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാർ, പതിനായിരക്കണക്കിന് ആൾക്കാർ അദ്ദേഹത്തിൻ്റെ മജ്ലിസിനെ ഇവർ മുഖാന്തരം, ഇവരുടെ സാന്നിധ്യമുള്ളതുകൊണ്ട് ആകർഷ്ടരായി എത്രയോ കിലോമീറ്ററുകൾക്കകൽ നിന്നൊക്കെയാണ് വണ്ടി പിടിച്ച് പോയിട്ടുള്ളത്. ഒരു സുപ്രഭാതത്തിൽ അവർ പറഞ്ഞു ഇദ്ദേഹം ശരിയല്ല എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഇവരാണ് ഇത് പരിചയപ്പെടുത്തിയത്. പിന്നീട് ഒരു സമയത്ത് അതിനെ എന്ത് ചെയ്തു? ചവച്ച് തുപ്പി. ഇതേ ഒരു രൂപത്തിലാണ് ഞാൻ പഠിച്ചെടുത്തോളം സുന്നത്ത് ജമാഅത്തിൻ്റെ വിഷയങ്ങളിൽ ഇവർ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടും. ആദ്യം പറഞ്ഞ ആശയങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംസാരത്തിൽ, പ്രകൃതിയിൽ, രൂപത്തിൽ എല്ലാം മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഞാനൊക്കെ ചെറുപ്പത്തിൽ മനസ്സിലാക്കിയത്, ഇവരുടെ പ്രസംഗങ്ങളിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയതും മഹാനായ ഗൗസുൽ അഅ്ലം അശ്ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനവറുകൾക്ക് ലോകത്തുള്ള എല്ലാം നിയന്ത്രിക്കാൻ സാധിക്കും, ചെയ്യാൻ സാധിക്കും അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട്, അത്വാഇയായ കഴിവുകൊണ്ട്. ഇത് ഞാൻ മുമ്പ് മനസ്സിലാക്കിയത് ഇവരുടെയൊക്കെ പ്രഭാഷണത്തിൽ. അങ്ങനെ എല്ലാറ്റിനും കഴിവ് കൊടുക്കുക, കഴിവ് കിട്ടുക, എല്ലാറ്റിനും സാധിക്കുക എന്നത് ശിർക്കാണ് എന്ന് ഇതര വിഭാഗക്കാരും, മുജാഹിദും ജമാഅത്ത് ഇസ്ലാമി അതുപോലെയുള്ള വിഭാഗക്കാരും. ഇങ്ങനെയാണല്ലോ അന്ന് ഈ ഡിബേറ്റ്. ഒരു ദൂരപരിധിയില്ല, ഒന്നും ഇല്ല. ഔലിയാക്കൾക്ക് അല്ലാഹു തആല കൊടുത്താൽ എല്ലാറ്റിനും കഴിയും. എന്നാൽ അതിന് ഘടകവിരുദ്ധമായുള്ള സംസാരങ്ങളും മറ്റുമാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു ഭാഗത്ത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറയുന്നു വൽ മുദബ്ബിറാത്തി അംറാ, മുദബ്ബിറാത്ത്, അപ്പം കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവർ ധാരാളം ഉണ്ട് എന്ന് പറയുന്നു.
അതിന് ഘടകവിരുദ്ധമായി ഇപ്പുറത്ത് പറയുന്നു അങ്ങനെ എല്ലാം നിയന്ത്രിക്കാൻ ആർക്കും കഴിയില്ല, അത് റബ്ബിൽ ആലമീൻ അള്ളാഹു മാത്രമാണ് എന്ന് പറയുന്നു. ഞാൻ എൻ്റെ വളരെ ചെറിയ അറിവിൽ ഞാനൊന്ന് ചോദിക്കട്ടെ. മഴ പെയ്യിപ്പിക്കുന്നത് അള്ളയാണ്, പക്ഷേ അതാര് മുഖാന്തരമാണ്? മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലേ? ഇനി ഇടിയും മിന്നലും എല്ലാം അത് ആര് അള്ള ചെയ്യിപ്പിക്കുന്നു? ആര് മുഖാന്തരം? അതിനു വേണ്ടി നിശ്ചയിക്കപ്പെട്ട മലക്കുകൾ മുഖാന്തരം. അതുപോലെ തന്നെ ഒരാളെ മരിപ്പിക്കുന്നു, അള്ളയാണ് മരിപ്പിക്കുന്നത്. ആര് മുഖാന്തരം? അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖാന്തരം. അങ്ങനെ ലോകത്ത് എടുത്തു നോക്കിയാൽ ഈ അള്ള നിയന്ത്രിക്കുന്നു എന്ന് പറയുന്നത് എല്ലാം മഖ്ലൂഖിൻ്റെ പ്രവർത്തനത്തിലൂടെയല്ലേ, മാധ്യമത്തിലൂടെയല്ലേ വരുന്നത്. അള്ള ഇറങ്ങി എന്തെങ്കിലും നിയന്ത്രിക്കുന്നുണ്ടോ? അള്ള നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ മഖ്ലൂഖുകളെ കൊണ്ടാണ് അള്ളാഹു നിയന്ത്രിക്കുന്നത്. ഈ അതായിയായ കഴിവ് അള്ള ഒരു വലിയന് കൊടുത്താൽ എന്താ പ്രശ്നം? അപ്പോൾ ഞാനിവിടെ താരതമ്യം ചെയ്തപ്പോൾ യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയം പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് നൗഷാദ് അഹ്സനിയുടെ ഭാഗമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അല്ലെങ്കിൽ എന്തു വേണം? ഇതിനൊക്കെ വ്യക്തമായ ഒരു തെളിവ് നിങ്ങൾ കൊണ്ടുവരണം, അല്ലെങ്കിൽ അദ്ദേഹവുമായി ഒരു ഡിബേറ്റിന് നിങ്ങൾ തയ്യാറാകണം. പണ്ട് നിങ്ങൾ മുജാഹിദുകാരോട് ഡിബേറ്റ് നടത്തിയതുപോലെ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഡിബേറ്റ് നടത്ത്. അപ്പോൾ ഒരു രസമുണ്ടാകും, കാര്യങ്ങൾ കുറേയെല്ലാം വ്യക്തമാവുകയും ചെയ്യും. അതുകൊണ്ട് യഥാർത്ഥ സുന്നത്ത് ജമാഅത്ത്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയം ഉൾക്കൊള്ളുന്നത് നൗഷാദ് അഹ്സനിയുടെ ഭാഗമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് ചിന്തിച്ച് നല്ലത് മനസ്സിലാക്കി സുസ്ഥിരമായ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീമായ മാർഗത്തിൽ നീ ഞങ്ങളെ അടിയുറപ്പിച്ച് നിർത്തണമേ റഹ്മാനേ എന്ന് നാം 5 നേരവും പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ അള്ളാഹു നമ്മളെല്ലാം അടിയുറച്ച് നിർത്തിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മഅസ്സലാമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.